ജീവിതത്തിൽ പലപ്പോഴും ഈ തർക്കിസ്റ്റുകളെ കണ്ടു. തർക്കിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. എന്ത് പറഞ്ഞാലും അവർ തർക്കിക്കും. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തർക്കമേ ഉണ്ടാകും. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഗോവിന്ദപിള്ളച്ചേട്ടൻ ഉണ്ടായിരുന്നു. ഗോവിന്ദപിള്ളച്ചേട്ടൻ്റെ ഒരു പ്രത്യേകത, ഗുണം പറഞ്ഞാലും ദോഷം പറഞ്ഞാലും തർക്കിക്കും. ഒരിക്കലേ ഒരു ഉത്സവ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുമ്പം ഗോവിന്ദപിള്ളച്ചേട്ടനെ ഒരാൾ പ്രശംസിച്ചു. ഗോവിന്ദപിള്ളച്ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തോ ചെണിയാ നീ എന്ത് ചെണിയാന്നാ പറഞ്ഞത്, എന്താടാ ചെണി എന്ന് ചോദിച്ച് അദ്ദേഹത്തെ വിമർശിച്ചു. അതാണ് ഗോവിന്ദപിള്ളച്ചേട്ടൻ. അപ്പോൾ ഗോവിന്ദപിള്ളച്ചേട്ടനെ പോലെ തർക്കിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. എന്ത് കാര്യം ചർച്ച ചെയ്താലും ഈ പറയുന്ന ആളിന് ഒരു വ്യത്യസ്ത അഭിപ്രായം കാണും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കമ്പനി ഫെബ്രുവരി 1-ാം തീയതി തുടങ്ങണം, അതിന് നമുക്കൊരു ലോഗോ വേണമെന്ന് പറഞ്ഞാൽ അയ്യയ്യേ ഫെബ്രുവരി 1 തുടങ്ങാൻ കൊള്ളത്തില്ല കേട്ടോ എന്ന് പറയും. മാത്രമല്ല, അന്ന് തുടങ്ങിയിട്ടുള്ള കമ്പനികളെല്ലാം വീണിട്ടുണ്ട് എന്ന് കൂടി പറയും. അതോടെ ഈ പറഞ്ഞ ആളിൻ്റെ ആത്മവിശ്വാസം പോവും. അപ്പോൾ അങ്ങനെ പൊതുവേ എല്ലാവരും ഒരേ അഭിപ്രായം പറഞ്ഞാലും ഈ തർക്കിസ്റ്റ് മറ്റൊരു അഭിപ്രായം പറയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ നമ്മൾ ഈ അഭിപ്രായ വ്യത്യാസം പറയുന്ന ആളുകൾ കുഴപ്പക്കാരാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത്. ചിലപ്പോൾ അവർ പറയുന്നതും കാര്യം കാണും. അതേസമയം ഗാന്ധിജിയും അംബേദ്കറും തമ്മിലൊക്കെ തന്നെ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത്. മാത്രമല്ല, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ. അപ്പോൾ അദ്ദേഹത്തിന് ചില ആശയാഭിലാഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹം കമ്മിറ്റിയിൽ തുറന്നു പറയുകയും ചർച്ചയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്ത് അത് ലോകത്തിലെ തന്നെ ഒരു ഒന്നാന്തരം ഭരണഘടനയാക്കുന്നത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തടസ്സമായില്ല എന്നത് നമ്മൾ ഓർമ്മിക്കണം. കാര്യം ആത്യന്തികമായി മൗലികമായ അവകാശങ്ങളൊക്കെ തന്നെ അതിൽ അടിവരയിട്ട് ചേർത്തില്ലേ. ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രത്യേക ഇലക്ട്രേറ്റ് വേണം എന്ന വിഷയത്തിൽ ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ നടന്ന ചർച്ചയൊക്കെ വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ എന്നാൽ ആത്യന്തികമായി ഫലമുണ്ടായത് നല്ലൊരു ഭരണഘടന തന്നെയാണ്. അതുകൊണ്ട് തർക്കിക്കുന്നവരൊക്കെ പ്രശ്നക്കാരാണ് എന്ന് നമ്മൾ വിധിക്കാൻ പാടില്ല. അതേസമയം അസ്ഥാനത്ത് കയറി തർക്കിക്കുന്നത് ഒട്ടും സുഖകരമാകില്ല, അത് അപകടകരമാണ് താനും. മാത്രമല്ല, നമ്മൾ തർക്കിക്കാൻ വേണ്ടി തർക്കിക്കരുത്. വ്യത്യസ്തമായൊരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റിക്ക് ഒരു സുഖമില്ലല്ലോ എന്ന് കരുതി കയറി തർക്കിച്ച് കളയരുത്. അപ്പോൾ തർക്കം ആവശ്യത്തിന് കൊള്ളാം. അനാവശ്യ വഴിയിലൂടെ തർക്കം യാത്ര ചെയ്താൽ അത് വിനാശം ഉണ്ടാക്കും എന്നൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.